സ്റ്റുഡൻസ്, നമ്മള് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ മക്കളെ നമ്മൾ ഇതുവരെ എന്ത് എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് പ്രസന്റ് റിലേഷൻസിന്റെ ടൈപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. NCERT ലെവലിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് സംഭവങ്ങൾ പറഞ്ഞു. ഇക്വലൻസ് റിലേഷൻസ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ ഇന്നലെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തു. എക്സസൈസ് നമ്പർ 1.1 ചെയ്തുകൊണ്ടിരിക്കുകയാണ് NCERT ടെക്സ്റ്റ് ബുക്കിലെ. അത് നമ്മൾ ഫുൾ വൈൻഡ് അപ്പ് ചെയ്തു. ഇനിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഐഡിയകൾ പറഞ്ഞുതരാന്ന് പറഞ്ഞു. സോ അതൊന്ന് കണ്ടിന്യൂ ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. അപ്പോൾ 11 to 16 ഉള്ളത് നിങ്ങൾ ചെയ്യണം. സോ അതിന്റെ ഭാഗമായിട്ട് 11 ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 11. Ready? Show that the relation R defined in a set of question number 11 ആണ്. R defined set of points in a plane. മക്കളെ ഒരു പ്ലെയിനിലുള്ള പോയിന്റ്സിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തത് കേട്ടോ. അതിൽ ഈ ബോർഡിലുള്ള പ്ലെയിനിലുള്ള പോയിന്റ്സിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തത്. ഓക്കെ ആണ്. ഗിവൺ ബൈ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കണേ. എങ്ങനെയാ? R എന്ന് പറയുമ്പോ ദാ PQ അല്ലെ, സെറ്റ് ഓഫ് പോയിന്റ്സ് PQ ആണ്. എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ എന്താക്കിയാ നോക്കട്ടോ. പറയുന്ന മക്കളെ, ഡിസ്റ്റൻസ് ഓഫ് P ഫ്രം ഒറിജിൻ ഈസ് സെയിം ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം Q ഫ്രം ഒറിജിൻ. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് P ഫ്രം ഒറിജിൻ ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് Q ഫ്രം ഒറിജിൻ. അതായത് Pക്കും Qക്കും ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് എന്താണ് മക്കളെ? സെയിം ആണ്. അതായത് ഈ ഇതിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഒരു ഒറിജിൻ ഉണ്ടാവും. ഈ പ്ലെയിനിന്റെ ഒറിജിൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവും. ദാറ്റ് വിൽ ബി ഈ പോയിന്റ് ആവട്ടെ. അപ്പൊ പിയും ക്യൂവും റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പിക്കുള്ള അതേ ദൂരം തന്നെയാണ് ക്യൂക്ക് ഉള്ളതെങ്കിൽ അല്ലെ, പിക്കും ക്യൂക്കും ഒരേ ദൂരമാണ് ഉള്ളതെങ്കിൽ ഒറിജിന് ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ പിയും ക്യൂവും റിലേറ്റഡ് ആണ്. എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മള് കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പൊ 1,2ക്കും അതേപോലെ -1,2ക്കും ഒറിജിനുള്ള ദൂരം സെയിം അല്ലേ മക്കളെ? അല്ലെ, 1,2ക്ക് ഒറിജിനുള്ള ദൂരം എത്രയാന്ന് ചോദിച്ചാൽ ഈ ലെങ്ത് ആണ്. അപ്പൊ ഇത് 1ഉം ഇത് 2 ആണെങ്കിൽ ഇത് √5 അല്ലേ ഉണ്ടാവുക. അതേപോലെ ഇത് -1 ആണെങ്കിൽ ലെങ്ത് 1 ആണ്, ഇത് 2 ആണ്. അപ്പൊ എന്താ ഉണ്ടാവുക? അഗൈൻ ഇതും √5 ഉണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതാണ് സംഭവം. പിയും ക്യൂവും റിലേറ്റഡ് ആണ്. പിക്കും ക്യൂക്കും ഒറിജിനൽ ഡിസ്റ്റൻസ് എന്താണ് മക്കളെ? സെയിം ആണ്. അതാണ് കണ്ടീഷൻ. ഓക്കെ ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, റിഫ്ലെക്സീവ് ആണോ? ആണ്. കാരണം എന്താ? പിക്ക് പി എന്നുള്ള ദൂരം എന്നല്ലേ, പിക്ക് എന്താണോ ദൂരം അതന്നല്ലേ മക്കളെ P, P എന്ന് പറഞ്ഞൂടെ. ഈ പിക്ക് ഒറിജിനൽ അതേ ദൂരം തന്നെയാണ് ഈ പിക്കും ഒറിജിനൽ ദൂരം ഉണ്ടാവുക. സോ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ് അല്ലെ. ഈ സിമെട്രിക് ആണോ? കാരണം എന്താ? നിങ്ങൾ തന്നെ പറയണം P, Q. പിക്കും ക്യൂക്കും ഒരേ ദൂരമാണ് ഒറിജിൻ ഉള്ളതെങ്കിൽ അത് എലമെന്റ് ഓഫ് റിലേഷൻ ആണെങ്കിൽ മക്കളെ Q, Pയും എലമെന്റ് ഓഫ് റിലേഷൻ തന്നെ അല്ലേ. കാരണം പിക്കും ക്യൂക്കും ഒരേ ദൂരമാണെങ്കിൽ ക്യൂക്കും പിക്കും അതേ ദൂരം തന്നെയല്ലേ ഉണ്ടാവണം. റെഡി? ഇനി അതേപോലെ P, Qന് എന്താ എലമെന്റ് ഓഫ് റിലേഷനാ, അതേപോലെ Q, Rഉം എലമെന്റ് ഓഫ് റിലേഷനാ. അങ്ങനെയാണെങ്കിൽ പിക്കും ക്യൂക്കും ഒരു ദൂര, ക്യൂക്കും ആറിനും ഒരേ ദൂര. അങ്ങനെയാണെങ്കിൽ പിക്കും ആറിനും അതേ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഒറിജിൻ ഉണ്ടാവുക മക്കളെ. സോ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. സോ മക്കളെ ആ റിലേഷൻ എന്താണടാ? ഇക്വലൻസ് റിലേഷൻ ആണ്. അതാണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. സോ നിങ്ങൾ അത് പ്രൂവ് ചെയ്തു. റെഡി ആണല്ലോ? ആ ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ആയി കിട്ടി. റെഡി? ഓക്കെ. നോക്കാം അതിന്റെ കണ്ടീഷൻസ്. ഇനി ഒന്നുകൂടി ഫർദർ ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് to a point P is a circle passing through P with origin as center. അല്ലെ മക്കളെ, അതിന്റെ സെക്കൻഡ് പാർട്ട് പറയുന്നുണ്ട്. എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നോക്കട്ടോ. സെക്കൻഡ് പാർട്ട് എന്താ? ഒന്നും കൂടെ സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യണമെന്ന് പറയണെന്ന് വെച്ചാൽ ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് അല്ലെ റിലേറ്റഡ് ടു P, Pനായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ പോയിന്റ്സും അല്ലെ, റെഡി ആണല്ലോ, ഇസ് എ സർക്കിൾ പാസിംഗ് ത്രൂ. ശരിയല്ലേ? നോക്കാം നമുക്ക്. മക്കളെ ഇവിടേക്ക് തിരിച്ചു വരി. പിക്ക് ഒറിജിൻ ആയിട്ടുള്ള ദൂരം ഇതാണ് അല്ലെ. ഇനി പിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആരാന്ന് ചോദിച്ചാൽ അതേ ദൂരം ഒറിജിൻ ഉള്ള പോയിന്റ്സ് അല്ലേ മക്കളെ പിനായിട്ട് റിലേറ്റഡ് അല്ലെ. അപ്പൊ അതേ ദൂരം ഒറിജിൻ ഉള്ള പോയിന്റ്സുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഈ സർക്കിളിലെ ഓരോ പോയിന്റിനും അതേ ദൂരം തന്നെ അല്ലേ ഉണ്ടാവുക. ഒന്നും കൂടെ പിക്ക് ഒറിജിൻ ഉള്ള ദൂരം എന്താണോ അതെന്നല്ലേ മക്കളെ നിങ്ങൾ ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി സെന്റർ ഒറിജിനിൽ എടുത്തിട്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഇതുമുള്ള എല്ലാ പോയിന്റ്സിനും ഇതേ ദൂരം തന്നെ അല്ലേടാ ഒറിജിൻ ഉണ്ടാവുക. അപ്പോ പിനായിട്ട് റിലേറ്റഡ് ആയി കിടക്കുന്ന പോയിന്റ്സുകൾ എവിടെ ഉണ്ടാവുക? യെസ്, അതായത് ഈ സർക്കിളിലാണ് ഉണ്ടാവുക. സോ ദാറ്റ് അതിന്റെ സെന്റർ എവിടെ ഉണ്ടാവുക? ഒറിജിനിലേക്ക് തന്നെ ഉണ്ടാവുക. ക്ലിയർ ആണോ? കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? നിങ്ങളെ പരിപാടികൾ ഓക്കെ അല്ലടാ? പെർഫെക്റ്റ് ആണ്. സോ ഇത് നിങ്ങൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ട് ക്ലാസ് റൂമിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പക്കായിട്ട് അപ്ലോഡ് ചെയ്യണം. റെഡിയാണ്? അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ മക്കളെ, ഷോ ദാറ്റ് ദ റിലേഷൻ ഇൻ എ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. കണ്ടീഷൻ നോക്ക്, ഞാൻ പറയാൻ മാത്രമേ ഉള്ളൂ. T1 T2 റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ T1 സിമിലർ ടു T2 ആണ് മക്കളെ. രണ്ട് ട്രയാങ്കിൾസിൽ T1ഉം T2ഉം റിലേറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ അല്ലെ
T1 T2 റിലേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് T1 ഉം T2 സിമിലർ ആണ്. എന്താ സിമിലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ സദൃശ്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ആ സാധനം അല്ലെ, സിമിലർ ട്രയാങ്കിൾസ്. എന്താ സിമിലർ ട്രയാങ്കിൾസിന്? ആംഗിൾസ് ഈക്വൽ ആണ്, സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്. അതല്ലേ മക്കളെ സിമിലർ ട്രയാങ്കിളിന്റെ കണ്ടീഷൻ? അപ്പൊ നമ്മളിപ്പോ ഇത് 3, 4, 5 ആണെങ്കിൽ ഇത് 6, 8, 10 ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലെ. ആംഗിൾസ് ഈക്വൽ ആണ്, സൈഡ്സ് എന്താണടാ പ്രൊപ്പോർഷണൽ. ഇതിന് അതേ ആംഗിൾ തന്നെ ഇതിനും ഉണ്ടാവും. റെഡി ആണല്ലോ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് റിഫ്ലെക്സീവ് ആണോ? ആണ്. കാരണം എന്താ? ഒരു ട്രയാങ്കിൾ അതിന് തന്നെ സിമിലർ ആണടാ അല്ലെ. കാരണം T1, T1 എന്ന് എഴുതാം. T1 is similar to T1 അല്ലെ. 3, 4, 5 എന്ന് പറഞ്ഞ ട്രയാങ്കിൾ 3, 4, 5 തന്നെ എന്താണടാ മക്കളെ? സിമിലർ ആണല്ലോ. അപ്പൊ എന്താ സിമിലർ അല്ലേ? എന്തുകൊണ്ട്? അതിന്റെ സൈഡ്സ് ഒക്കെ പ്രൊപ്പോർഷണൽ ആണ്. 3 is proportional to 3, 4 is proportional to 4, 5 is proportional to 5. പിന്നെ ആംഗിൾസ് ഒക്കെ സെയിം അല്ലേ. സോ T1 റിലേറ്റഡ് ടു T2 ആണ്. കാരണം രണ്ടും സിമിലർ ആണ്, റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് ആണോ? യെസ് ആണ്. T1 ഉം T2 എന്താണോടാ സിമിലർ ആണെങ്കിൽ T2 ഉം T1 ഉം മക്കൾ എന്താവോടാ സിമിലർ ആവും. ട്രാൻസിറ്റീവ് ആണോ? ആണ്. കാരണം എന്താ? T1 ഉം T2 ഉം സിമിലറാ, T2 ഉം T3 ഉം സിമിലറാ. അങ്ങനെയാണെങ്കിൽ T1 ഉം T3 ഉം സിമിലർ ആവില്ലേ. അപ്പം റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ മക്കളെ ഈക്വലൻസ് റിലേഷൻ ആണ്. അതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. കൺസിഡർ 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഒന്ന് T1 3, 4, 5 ട്ടോ. അടുത്ത 5, 12, 13 ഒന്ന് 6, 8, 10 മക്കളെ. അടുത്താണെങ്കിൽ 5, 12, 30. റെഡി? 5, 12, 30 റെഡി? എന്താ ചോദ്യം? ആരൊക്കെ റിലേറ്റഡ് ആണ്? പറ മക്കളെ. ഇതും റിലേറ്റഡ് ആണോ? അല്ല. കാരണം എന്താ? 3/5 എന്ന് പറയുന്ന ആ റേഷ്യോ 4/12 ഈക്വൽ ആണോ? അല്ലടാ. 4/12 എന്ന് പറയുമ്പോൾ 1/3 എന്നാണ്. 1/3 അല്ലെ. പക്ഷെ 3/5 ഒരിക്കലും എന്തല്ല കിട്ടാണ്? 1/3 അല്ല. പിന്നെ ഇത് 90 ഡിഗ്രി ആണ്. ഓക്കെ. പക്ഷെ ഈ ആംഗിൾ ഇതിലുള്ളതാവില്ല, ഇതിലുണ്ടാവുക. അത് വേറെ ആംഗിൾ ഉണ്ടാവും. റെഡി? അത് രണ്ടും ഡിഫറെന്റ്. പക്ഷെ ഇത് രണ്ടും സിമിലർ ആണ്. കാരണം എന്താ? 3/6 തന്നെയാണ്, 4/8 അത് തന്നെയാണ്, 5/10. അപ്പൊ സൈഡ്സ് ഒക്കെ ഇതിന്റെ രണ്ടിന്റെയും സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ ഇതിന്റെയും പ്രൊപ്പോർഷണൽ അല്ല, ഇതിന്റെയും പ്രൊപ്പോർഷണൽ അല്ല. അതിന്റെ അർത്ഥം T1 is related to T2. പക്ഷേ T1 ഉം T3 റിലേറ്റഡ് അല്ല, T2 ഉം T3 റിലേറ്റഡ് അല്ല. പക്ക ഓക്കെ ആയിട്ടുണ്ട്. റെഡി ആണല്ലോ? എന്നാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. കേൾക്കണേ മക്കളെ. എന്താണ് L എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ആണ്. അതായത് ഈ പ്ലെയിനിൽ വരച്ച കുറേ ലൈനുകളാട്ടോ. കുറേ ലൈനുകളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ലൈനുകൾ ഉണ്ട് കേട്ടോ. ഇനി എന്താടാ L1 ഉം L2 ഉം റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ മക്കളെ L1 പാരലൽ ടു L2 ആണ്. L1 ഉം L2 ഉം റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ L1 പാരലൽ ടു L2 ആണ്. റെഡി ആണല്ലോ? ഓക്കെ ആണ്. ഇനി എന്താ പറയുന്നത്? ഇക്വലൻസ് ആണ് പ്രൂവ് ചെയ്യാൻ. ഓക്കെ അല്ലേ? നോക്കാം മക്കളെ. ഒരു ലൈനിലെ L1 റിലേറ്റഡ് ടു L1 ആണ്. കാരണം L1 പാരലൽ ടു എന്ത് തന്നെയാടാ? L1 തന്നെയാ മക്കളെ. ഒരു ലൈൻ അതിന് തന്നെ പാരലൽ അല്ലേടാ? ആണല്ലോ. കാരണം എന്താ? അതെ, അതിന്റെ മുകളിൽ തന്നെ കോയിൻസൈഡ് ആയിട്ട് പോകുന്ന സാധനമാണ്. അപ്പൊ പിന്നെ എന്തായാലും അത് അതിന് തന്നെ പാരലൽ അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇനി L1 ഉം L2 ഉം പാരലൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും L2 ഉം L1 ഉം പാരലൽ തന്നെയല്ലേ ഉണ്ടാവുക. മീൻസ് L1 റിലേറ്റഡ് ടു L2 ആണെങ്കിൽ L2 റിലേറ്റഡ് ടു L1 തന്നെയല്ലേ ഉണ്ടാവുക. സോ L1 L2 എലമെന്റ് ആണെങ്കിൽ ആരും ഉണ്ടാവും? L2 L1 ഉം എലമെന്റ് ഉണ്ടാവും. ഇനി L1 L2 ഉണ്ടടാ, അതേപോലെ L2 L3 ഉണ്ട്. അപ്പൊ മക്കളെ L1 ഉം L2 ഉം പാരലലാ, L2 ഉം L3 ഉം പാരലലാ. അങ്ങനെ ആണെങ്കിൽ എന്തായാലും L1 ഉം L3 ഉം പാരലൽ ആകൂലേ? സോ അതെന്താണടാ? ട്രാൻസിറ്റീവ് ആണ്. മീൻസ് മക്കൾ അതെന്താണ്? ഇക്വലൻസ് റിലേഷൻ ആണ്. ഇതൊക്കെ വെറും സിമ്പിൾ ലോജിക്കിൽ വർക്കാണ് സാധനമാണ്. അപ്പൊ ഒരു കാര്യം കൂടെ ഉണ്ട്. ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് റിലേറ്റഡ് ടു ദ ലൈൻ y is equal. അതും കൂടെ ചെയ്യണം. അത് രസമാണ് ചെയ്യാൻ. അത് ഞാൻ ചെയ്തുതരാം. അപ്പൊ ഇതുവരെ ഉള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 11, 12, 13, 14. അതിന്റെ ഞാൻ 13 മക്കളെ ഞാൻ സ്കിപ്പ് ആയി പോയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കഴിഞ്ഞിട്ട് പറയാം. പ്രസന്റ് ഞാൻ പറഞ്ഞത് ഏതൊക്കെയാ? 11ഉം 12ഉം പറഞ്ഞു, 14ന്റെ കുറച്ച് പാട്ടും പറഞ്ഞു. അപ്പൊ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അത് നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ വളരെ വൃത്തിയായിട്ടുള്ള ഒരു നോട്ട് അതിൽ വേണം കേട്ടോ. ഉറപ്പാണേ? കാരണം ചെക്ക് ചെയ്യും ഞാനത് കറക്റ്റ് ആയിട്ട് ഇല്ല എന്നുള്ളത്. അത് മസ്റ്റാണ്. ഇനി നമ്മൾ പോകാൻ പോണത് ആ 14ന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കയറാൻ പോണത്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. 14ന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് വായിച്ചു നോക്കും നിങ്ങൾ. റെഡി? എന്താണ്? ഇങ്ങനെയാ പറഞ്ഞേ.
ഷോ ദാറ്റ് ഇക്വലൻസ് ആണ് ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് റിലേറ്റഡ് ടു ലൈൻ y ഈക്വൽ ടു 2x പ്ലസ് 4. മക്കളെ y ഈക്വൽ ടു 2x പ്ലസ് 4നായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി എല്ലാ ലൈനെയും കണ്ടുപിടിക്കാം. നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് ഏതാണ്? y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റ് ഇയറിലെ ലൈനിന്റെ ഫോമാണ്. എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ ഈ ലൈനിന്റെ സ്ലോപ്പ് 2 ആണ്, ഈ ലൈനിന്റെ y ഇന്റർസെപ്റ്റ് 4 ആണ്. ഓർമ്മയുണ്ട്, y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറയുമ്പോൾ m എന്ന് പറയുന്ന സാധനം സ്ലോപ്പ് ആണ്, c എന്ന് പറയുന്ന സാധനം ഏതാണ്? y ഇന്റർസെപ്റ്റ് ആണ്. ഓക്കെ അല്ലേ? റെഡിയാണ്? എല്ലാവരും ഓക്കെയാണ്? അപ്പം മക്കളെ y ഈക്വൽ ടു 2x പ്ലസ് 4 എന്ന് പറയുന്ന ലൈന് എങ്ങനെയാ ഉണ്ടാവുക? പറയടാ. y ഇന്റർസെപ്റ്റ് 4 ആന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 0,4ലൂടെ അല്ലേടാ, y ആക്സിസിന് 0,4ലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. ഇനി അതെന്താ അവസ്ഥ? അത് ഈ മേക്ക് ചെയ്യുന്ന ആംഗിള് തീറ്റ ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ, ടാൻ തീറ്റന്റെ വാല്യൂ 2 ആണ്. ഈ നമ്മളോട് ചോദിച്ചത് എന്താണ്? ഈ ലൈനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ലൈനാണ്. എന്താ ഇവിടുത്തെ റിലേഷൻ? പാരലൽ ആവുക എന്നാണ്. അതായത് ഈ ലൈനായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറെ ലൈൻസ് ലോകത്തിൽ അവൈലബിൾ ആണ്. കാരണം ഇതിന് പാരലൽ ആയിട്ടുള്ള ഇഷ്ടം പോലെ ലൈനുകൾ ലോകത്തിൽ അവൈലബിൾ ആണ്. അപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ആ ലൈനുകളും ഈ ലൈനുകളും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മളെ y is equal to 2x plus 4ഉം അതേപോലെ ഈ ലൈൻസും തമ്മിലുള്ള ബന്ധം എന്താ? എല്ലാതും പാരലൽ ആണ്. എല്ലാതും പാരലൽ ആണ് മക്കളെ. എല്ലാത്തിനും സ്ലോപ്പ് എന്താണടാ? എസ്. സ്ലോപ്പ് മക്കളെ സെയിം ആണ് അല്ലെ? അപ്പൊ നമ്മളെ ഈ ലൈൻസിന്റെ ഒക്കത്തിന് സ്ലോപ്പ് എന്താ ഉണ്ടാവുക? സെയിം ആണ് ഉണ്ടാവുക. അപ്പൊ ആ ലൈനിന്റെ ഒക്കെ ഫോം y is equal to 2x തന്നെ ഉണ്ടാവുക. കാരണം mxല് m രണ്ടിടത്തും സെയിം ആണ്. പക്ഷേ ഇവിടെ വരാൻ പോണ ഈ ഒരു കോൺസ്റ്റന്റ് ടേം ഇല്ലേ, അത് പലർക്കും പലതാ ഉണ്ടാവുക. കാരണം ഇയാൾക്ക് ഇത് നെഗറ്റീവ് ആണ്, ഇവിടുത്തെ y ഇന്റർസെപ്റ്റ്, ഇയാളത് നെഗറ്റീവാ, ഇയാളത് പോസിറ്റീവാ, ഇയാളത് വേറെ. അപ്പൊ എന്തായാലും മക്കളെ 4 അല്ലല്ലോ കിട്ടുക, ബാക്കിയുള്ളവർക്ക് ഒന്നും 4 ആവില്ല, ബാക്കിയുള്ളവർക്ക് സി വേറെ എന്തെങ്കിലും ആവും. ആ y ഇന്റർസെപ്റ്റ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ലൈൻ എങ്ങനെ മാറും? അപ്പൊ നമ്മളോട് ചോദിച്ചത് y is equal to 2x plus 4നായിട്ട് റിലേറ്റഡ് ആയുള്ള ലൈനിന്റെ ഫോം എന്താ? അപ്പൊ y is equal to 2x plus 4നായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ മക്കളെ y is equal to 2x plus 4ന് പാരലൽ ആവണം എന്നാണ് കൺസെപ്റ്റ് അല്ലെ? ആ ലൈൻസ് ഒക്കെ നമ്മളെ y is equal to 2x plus 4ന് എന്തായിക്കൊണ്ടാവുക? പാരലൽ ആവുണ്ടാവും. ശരിയല്ലേ? സോ അങ്ങനെ കുറെ ലൈൻസ് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഒക്കത്തിന് സ്ലോപ്പ് എന്ത് തന്നെ ഉണ്ടാവുക? 2 തന്നെ ഉണ്ടാവുക. സോ y is equal to 2x ആ. പിന്നെ എന്താ ഇവിടെ സി എന്ന് കൊടുക്കാൻ കാരണം? കാരണം സി ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ലൈനാവും ഈ ലൈനാവും ഈ ലൈനാവും ഈ ലൈനാവും അങ്ങനെ ഇൻഫിനൈറ്റ് വാല്യൂസ് നമുക്ക് ആർക്ക് കൊടുക്കാണ്ടോ? സിക്ക് കൊടുക്കാണ്ടോ? സോ ആ ലൈൻസിന്റെ ജനറൽ ഫോം എന്താന്ന് ചോദിച്ചാൽ y ഈക്വൽ ടു 2x പ്ലസ് സി. റെഡിയാണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? പക്ക അല്ലേ? ഞാൻ ചെറിയൊരു മാറ്റം കൂടെ വരുത്താം. ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻസ് മക്കളെ L1 പാരലൽ ടു L2 പകരം L1 പെർപെൻഡിക്കുലർ ടു L2 ആണെന്ന് വെച്ചു. ഇപ്പത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് L1ഉം L2ഉം റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ L1 പാരലൽ ടു L2 ആണ്. എന്നാൽ L1 പെർപെൻഡിക്കുലർ ടു L2 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞേക്കണം കേട്ടോ. റിഫ്ലക്സീവ് ആവോ? ആവൂല. കാരണം എന്താ? ഒരു ലൈൻ അതിനെ തന്നെ പെർപെൻഡിക്കുലർ അല്ല. സിമെട്രിക് ആവോ? ആവും. കാരണം എന്താ? L1 പെർപെൻഡിക്കുലർ ടു L2 ആണെങ്കിൽ L2 പെർപെൻഡിക്കുലർ ടു n തന്നെയാണ്, L1 തന്നെയാണ്, സംശയമില്ല മക്കളെ. അപ്പൊ സിമെട്രിക് ആവും. ട്രാൻസിറ്റീവ് ആവോ? ഇല്ല. ഒരു പ്ലെയിനിലായിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഒരു 3D വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്, അത് ഞങ്ങൾ പിന്നെ പറഞ്ഞത്. ഇപ്പൊ പ്ലെയിനിലാണ്, ക്വസ്റ്റ്യൻ പ്ലെയിനിലാണ്, ഒരു പ്ലെയിനിൽ വരച്ച ലൈനുകളാണ്. ചിലപ്പോൾ 3D വരച്ച ആവും, ഞാൻ കാണിച്ചു തരുന്നത് പിന്നെ. അപ്പൊ എന്തായാലും ഇപ്പൊ നോക്ക്, L1ഉം L2ഉം പെർപെൻഡിക്കുലറാണ്. ഈ L2ഉം L3ഉം പെർപെൻഡിക്കുലറാണ് അല്ലെ? L1 പെർപെൻഡിക്കുലർ ടു L2 ആണ്, അപ്പൊ L1 L2 എലമെന്റാ. ഈ L2 പെർപെൻഡിക്കുലർ ടു L3 ആണ്, അപ്പൊ L1 L3 L2 L3 എലമെന്റാ. പക്ഷേ ഫൈനലി എന്താ ഉണ്ടാവുക? L1 പാരലൽ ടു L3 അല്ലാണ് ഉണ്ടാവുക. മീൻസ് ആ കണ്ടീഷൻ ഫ്ലോപ്പ് ആയി പോകും മക്കളെ. അപ്പൊ എന്താണ്? നമ്മളെ പരിപാടി സക്സസ് ആവില്ല. അപ്പൊ അത് റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല, പക്ഷെ എന്താണ്? സിമെട്രിക് ആണ്. ക്ലിയർ ആണ്? ഓക്കെ ആണ്. അപ്പൊ അതും കൺക്ലൂഡ് ചെയ്ത് നമ്മള് ഞാൻ സ്കിപ്പ് ആയി പോയ 13ലേക്ക് ഒന്ന് വരാണ്. 13 ഒന്ന് വായിക്കണം. P1 P2 മക്കളെ റിലേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്താ? P1ഉം P2 നമ്പർ ഓഫ് സൈഡ്സ് എന്താണ്? സെയിം ആണ് അല്ലെ? അതൊരു ഇക്വലൻസ് ആണെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നും കൂടെ. P1 പോളിഗൺസ് ആണ് അല്ലെ? പോളിഗൺസ് പറയുമ്പോൾ മൾട്ടിപ്പിൾ ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെന്റഗൺ, ഹെക്സാഗൺ, അങ്ങനെ 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 പോകും അല്ലെ? അപ്പം P1 എന്ന് പറഞ്ഞ പോളിഗണും P2 എന്ന് പറഞ്ഞ പോളിഗണും റിലേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ P1 നമ്പർ ഓഫ് സൈഡ്സ് തന്നെ ആവണം, P2 നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ടാവണം. റെഡി അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, P1 റിലേറ്റഡ് ടു P1 എന്നല്ലേടാ? എന്താ?
P1 നമ്പർ ഓഫ് സൈഡ്സ് തന്നെ മക്കളെ P1 ഉണ്ടാവുക അല്ല. അപ്പൊ P1 ഇപ്പൊ ഇനി ട്രയാങ്കിൾ ആയി P1 എന്ന് പറഞ്ഞ സാധനം ട്രയാങ്കിൾ ആണെങ്കിൽ അപ്പുറത്തും ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിലെ നമ്പർ ഓഫ് സൈഡ്സ് 3 ആണെങ്കിൽ ഈ ട്രയാങ്കിളിലെ നമ്പർ ഓഫ് സൈഡ്സും 3 തന്നെ. ഇത് സ്ക്വയർ ആണെങ്കിൽ ഇതിലെ നമ്പർ ഓഫ് സൈഡ്സ് 4 ആണെങ്കിൽ ഇതിലെ നമ്പർ ഓഫ് സൈഡ്സും 4 തന്നെ ഉണ്ടാവുക. അപ്പൊ P1 നമ്പർ ഓഫ് സൈഡ്സ് തന്നെയാണ് P1 ഉണ്ടാവുക. അപ്പൊ എന്താണ്? റിഫ്ലക്സീവ് ആണ്. സിമെട്രിക് ആണോ? ആണ്. കാരണം എന്താ? P1 P2 ഒരേ നമ്പർ ഓഫ് സൈഡ്സ് ആണെങ്കിൽ തിരിച്ച് P2 P1 അതേ നമ്പർ ഓഫ് സൈഡ്സ് തന്നെയല്ലേ ഉണ്ടാവുക. അല്ലാണ്ട് മക്കളെ ട്രയാങ്കിളും സ്ക്വയറും റിലേറ്റഡ് ആവില്ല ഈ കേസിൽ. കാരണം ട്രയാങ്കിളിലെ സൈഡ്സ് 3 ആണ്. പിന്നെ ഇത് ഇങ്ങനെ റിലേറ്റഡ് ആവും. പാരലോഗ്രാമും സ്ക്വയറും റിലേറ്റഡ് ആവും. കാരണം എന്താ? P1 എന്ന് പറഞ്ഞാൽ പാരലോഗ്രാം, P2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ. കാരണം രണ്ടിലെ നമ്പർ ഓഫ് സൈഡ്സ് എന്താണ്? 4 ആണ്. സ്ക്വയർ ഈസ് എ പാരലോഗ്രാം കേട്ടോ. അങ്ങനെ തന്നെയാണ്. കാരണം എന്താ? പാരലോഗ്രാമിന്റെ ഡെഫിനേഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവണം, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവണം. അതന്നെയല്ലേ സ്ക്വയർ കണ്ടീഷൻ. ഞാൻ മാറ്റി പറയാം. ഇപ്പൊ എന്താ പറയാ? കോഡിലേറ്റർ പറയാം. പാരലോഗ്രാമും കോഡിലേറ്ററും പറയാം. P1 പാരലോഗ്രാം, P2 കോഡിലേറ്റർ. ഇനി തിരിച്ച് P1 P2 റിലേറ്റഡ് അല്ലേ? കാരണം രണ്ടിലും നമ്പർ ഓഫ് സൈഡ്സ് 4 അല്ലേ? തിരിച്ച് അതേപോലെ മക്കളെ P2 P1 പറയാം. കാരണം എന്താ? അതിൽ രണ്ടിൽ നമ്പർ ഓഫ് സൈഡ്സ് 4 തന്നെ ഉണ്ടാവുക. അപ്പൊ P1 റിലേറ്റഡ് P2 ആണെങ്കിൽ P2 റിലേറ്റഡ് P1. ഇനി അതേപോലെ മറ്റെന്താ? P1 P2 ഉണ്ടെങ്കിൽ അതിൽ നമ്പർ ഓഫ് സൈഡ്സ് സെയിം. P2 P3 ഉണ്ടെങ്കിൽ P2 P3 നമ്പർ ഓഫ് സൈഡ്സ് സെയിം. അങ്ങനെയാണെങ്കിൽ P1 P3 നമ്പർ ഓഫ് സൈഡ്സും സെയിം ആവും. സോ ദാറ്റ് ഈസ് എന്താണടാ? ട്രാൻസിറ്റീവ്. therefore it is equivalence relation. റെഡിയാണ് മക്കളെ? ഇനി ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എ ടു ദ റൈറ്റ് ട്രയാങ്കിൾ ടി? അതായത് 3, 4, 5 സൈഡായിട്ട് വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാടാ? ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതേ നമ്പർ ഓഫ് സൈഡ്സ് വരണം. അപ്പൊ ഏതാ? ലോകത്തിലെ എല്ലാ ട്രയാങ്കിൾസും. കാരണം ഇതൊരു ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇനി ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രയാങ്കിൾസും. കാരണം എന്താ? എല്ലാ ട്രയാങ്കിൾസിനും എന്ത് തന്നെ ഉണ്ടാവുക? 3 സൈഡ്സ് തന്നെ ഉണ്ടാവുക. നമ്മൾ P1 P2 തമ്മിൽ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ P1 നമ്പർ ഓഫ് സൈഡ്സ് തന്നെയല്ലേ P2 ഉണ്ടാവണം. അപ്പൊ ഇതിൽ 3 നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ട്. അപ്പൊ ഇനി ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരൊക്കെയാ ചോദിച്ചാൽ എല്ലാ ട്രയാങ്കിൾസും, ലോകത്തിലെ എല്ലാ ട്രയാങ്കിൾസും ഇതിനായിട്ട് റിലേറ്റഡ് ആണ് ഈ റിലേഷന്റെ കേസിൽ. ബിക്കോസ് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തത് എന്താണ്? P1 P2 റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ P1 നമ്പർ ഓഫ് സൈഡ്സും P2 നമ്പർ ഓഫ് സൈഡ്സും എന്താണെന്നാ പറഞ്ഞത്? സെയിം ആവണമെന്നാണ് പറഞ്ഞത്. അപ്പൊ മക്കളെ പക്ക ഓക്കെ ആയിട്ടുണ്ടാവും. 11, 12, 13, 14 ഇത് വളരെ വൃത്തിയായിട്ട് നിങ്ങളെ നോട്ടിൽ വേണം. ഞാൻ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ വളരെ മോശമാണ് കേട്ടോ. ഇനി 15 കൂടെ നോക്കും. 15 ഞാൻ എഴുതാം, അതാവും കുറച്ച് നന്നാവുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15. ഇപ്പോ മറക്കല്ലേ, നമ്മളെ ഈ ഒരു സാധനം ഇത്രയും സമയം പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് എടുത്ത് നമ്മളെ ലാസ്റ്റിലേക്ക് ഇത് ചെയ്യാൻ കുറച്ച് വൈകിട്ടുണ്ട്. നമ്മൾ തുടങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ട് ഈ ചാപ്റ്റർ. കാരണം ഒന്നല്ല, ഇത് ഞാൻ ആദ്യം നിങ്ങളോട് വിചാരിച്ചത് എന്താ വെച്ചാൽ ഓഫ്ലൈനിൽ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ഇട്ടതാ. പക്ഷെ ഇങ്ങനെ പ്രോഗ്രസ് ഇങ്ങനെ നീണ്ടു പോയതോടുകൂടി ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവാ ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ആണ്. കാരണം ആദ്യം ഇതിങ്ങനെ കണ്ട് മനസ്സിലാക്കി ബാക്കി ഡൗട്ടുകൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? സൂം ലൈവിൽ എടുക്കാം. ഓക്കെ, റെഡി? 15 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഒരു റിലേഷൻ തന്നിട്ടാ. ഏതാ? 1, 2, 3 ഒരു സെറ്റ് തന്നിട്ട് 1, 2, 3, 4. അതിൽ ഡിഫൈൻ ചെയ്ത റിലേഷൻ 6 തന്നിട്ടുണ്ട്. എന്താ മക്കളെ? 1, 1 ഉണ്ട്, 1, 2 ഉണ്ട്, 2, 2 ഉണ്ട്, 1, 1 ഉണ്ട്, 4, 4 ഉണ്ട്, 1, 3 ഉണ്ട്, 3, 3 ഉണ്ട്, 3, 2. റെഡി? ഒന്നുകൂടി ചെക്ക് ചെയ്തേക്കാം. എത്ര എലമെന്റ്സാ? 4, 7. 4, 7 അല്ലെ? ഫസ്റ്റ് കാര്യം എന്താ? ഓപ്ഷൻസ് റിഫ്ലെക്സീവ് സിമെട്രിക് ആണ് മക്കളെ. റിഫ്ലെക്സീവ് ആണോ? കാരണം 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്, 4, 4 ഉണ്ട്. എല്ലാവരും ഉണ്ട് മക്കളെ. റിഫ്ലെക്സീവ്. സിമെട്രിക് ആണ്. 1, 2 കാണുന്നുണ്ട്, പക്ഷേ 2, 1 കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ തന്നെ ഒരാൾ ഫ്ലോപ്പായി, അപ്പൊ തന്നെ പറയാം സിമെട്രിക് അല്ല എന്നുള്ളത്. ട്രാൻസിറ്റീവ് ആണ്. 1, 2 ഉണ്ട് അല്ലെ? അപ്പൊ 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ 2, 2 ആണ് ഒന്നുള്ളത്. അപ്പൊ എന്തായാലും അത് തിരിച്ചു പറയുമ്പോൾ എന്താ തന്നെ വരാം? 1, 2. അപ്പൊ അതിന്റെ ഉള്ളിലുണ്ട്. ഇനി 1, 1 ഇനി 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ വേറെ ഇതിലുണ്ടോടാ? 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ വേറെ ഇല്ല. 3 നോക്കും മക്കളെ. 1, 3 ഉണ്ട്. ഇവിടെ നോക്കല്ലേ? 1, 3 ഉണ്ട്, 3, 2 ഉണ്ട്. 1, 3 ഉണ്ട്, 3, 2 ഉണ്ട്. അപ്പൊ 1, 2 ഉണ്ടോ നോക്കിയേ? 1, 2 ഉണ്ട്, 1, 2 ഉണ്ട്. ഇനി മിക്സ് ചെയ്ത് നോക്കുക. എങ്ങനെ മിക്സ് ചെയ്ത് നോക്കുക? സാധനം വർക്കാവും, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നോക്ക് എന്തൊക്കെ ഓപ്ഷൻസിലേക്ക് നോക്കാം. ഇപ്പൊ ട്രാൻസിറ്റീവ് വരാം. അപ്പം 6 റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല. അപ്പൊ ഓപ്ഷൻ 1 തട്ടിപ്പോയി. 6 റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ബട്ട് നോട്ട് സിമെട്രിക്. യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഒന്ന് ചെക്ക് ചെയ്തേക്കാം. സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, അല്ല അതല്ല. അടുത്താണെങ്കിലോ? 6 ഈക്വലൻസ് അല്ല. മീൻസ് ആൻസർ ബി ആണ്. റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല മക്കളെ?
സിമെട്രിക് അല്ല. കാരണം എന്താ, 1 2 കൊണ്ട് തിരിച്ചാരില്ലടാ, 2 1 ഇല്ല. അതേപോലെ ഇനി ആരും നോക്കി ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും, ഒരാളെ പറഞ്ഞാൽ മതി. ഇനി അടുത്തത് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാ 16-ാമത്തും കൂടെ നോക്കും. അതായത് ആർ ബി എ റിലേഷൻ. അത് മക്കളെ ഞങ്ങൾക്ക് ഹോംവർക്ക് തരട്ടെ, ഒന്നും ഉണ്ടാവില്ലടാ. അതായത് ജസ്റ്റ് ആ കണ്ടീഷൻ മാത്രം. ഇത് ഫസ്റ്റ് ഇയർ വ്യൂവറാണ്, ഫസ്റ്റ് ഇയർ വ്യൂവറാണ്. ഒരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം. എ ഇസ് ഈക്വൽ ടു ബി മൈനസ് 2 എന്നുള്ള റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ആദ്യത്തെ ആള് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളിൽ നിന്നും 2 കുറച്ചതാവണം. അത് മാത്രം പോരാ, രണ്ടാമത്തെ ആളുടെ വാല്യൂ 6-നേക്കാളും കൂടും കൂടെ വേണം. ഇത് രണ്ടും തലയിൽ വേണം. ആദ്യത്തെ ആള് എ കൊമ ബിയില് എ ബിന്റെ -2 ആണ്, എ ഈക്വൽ ടു ബി -2 ആണ്. അത് മാത്രം പോരാ, അത് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, ബി എന്തും കൂടെ ആവണം, ഗ്രേറ്റർ ദാൻ 6 കൂടെ ആവണം. മക്കളെ അത് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു എക്സസൈസ് 1.1 കംപ്ലീറ്റ് ചെയ്യാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, നമുക്ക് ഇതിൽ കുറച്ച് റിലേഷൻസിലെ കുറച്ച് ടേംസ് ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട്. അതാണ് നമ്മൾ അടുത്ത പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകും. റിലേഷൻസ് നമ്മൾ NCERT പറയാത്ത കുറച്ച് ടേംസ്. റെഡി? ചില ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ഒന്ന് കൊടുത്തു. അതിൽ ഫസ്റ്റ് വൺ ഓർഡേർഡ് റിലേഷൻ. ഓർഡേർഡ് റിലേഷൻ ഭയങ്കര സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സംഭവം ഒന്നല്ല. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. കുറെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കുറെ ഒന്നും നമ്മൾ എൻട്രൻസ് എക്സാമിന് ചോദിക്കില്ല. എൻട്രൻസിന്റെ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നല്ല. പക്ഷെ ഇങ്ങനത്തെ സംഭവം നിങ്ങൾ എവിടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയാതെ പോരുന്നതുകൊണ്ട് മാത്രം. കാരണം ഇപ്പത്തെ ജയിക്കൊക്കെ ഒരു പാറ്റേൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, കൂടുതൽ ചോദിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് NCERT പറയാത്ത കുറെ സംഭവങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഇപ്പത്തെ ഒരു ടെസ്റ്റിംഗ് പാറ്റേൺ അല്ല. എന്നാലും വെറുതെ എന്താ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓർഡേർഡ് റിലേഷൻ. ഓർഡേർഡ് റിലേഷൻ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്. അത് എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അപ്പൊ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിലേഷൻ. എഴുത്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിലേഷൻ വിച്ച് ഈസ് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആണ്, ബട്ട് നോട്ട് ഇക്വലൻസ്. ബട്ട് നോട്ട് ഇക്വലൻസ്. സാധാരണ ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ഓക്കെ, റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല, ഇക്വലൻസ് അല്ല. ചിലപ്പോൾ സിമെട്രിക് ആയിട്ടുണ്ടാവില്ല, റിഫ്ലെക്സീവ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവും. ആർ എന്ന് പറഞ്ഞ റിലേഷൻ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എന്താണെന്ന് വെച്ചാൽ എക്സ് ലെസ് ദാൻ വൈ. എന്താ എക്സും വൈ എന്താണല്ലോ മക്കളെ? റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്ത ഒരു റിലേഷൻ ആണ് കേട്ടോ. റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്ത ഒരു റിലേഷൻ ആണ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ വൈ. പിന്നെ എക്സും വൈ എന്താണ്? എലമെന്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് ഡിഫൈൻ ചെയ്താണ്. ഞാൻ ചോദിക്കട്ടെ, ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? അല്ല. കാരണം എന്താ? എക്സ് കോമ എക്സ് എഴുതാൻ പറ്റൂല. കാരണം എക്സ് എക്സ് ലെസ് ദാൻ എക്സ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ല, റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആണോ? അല്ല. കാരണം എന്താ? 1,2 ഇതിന്റെ എലമെന്റ് ആണ്, 1 ലെസ് ദാൻ 2 ആണ്. പക്ഷേ തിരിച്ച് 2,1 ഇതിന്റെ എലമെന്റ് ആവില്ലല്ലോ, നോട്ട് ദ എലമെന്റ്. ഇത് ബിലോങ്സ് ടു ആർ ആണ്, ബിലോങ്സ് ടു റിലേഷൻ. ഇത് നോട്ട് ബിലോങ്സ് ടു റിലേഷൻ ആണ്. കാരണം 1 2 എന്നുള്ള 1 ലെസ് ദാൻ 2 സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷെ 2 1 അടാ 2 ലെസ് ദാൻ 1 അല്ല മക്കളെ. അപ്പൊ ഫ്ലോപ്പ് ആയി. പക്ഷെ അത് എന്താണ്? ട്രാൻസിറ്റീവ് അല്ലേ? നോക്കിയേ, 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പൊ എന്തായാലും 1 3 ഉണ്ടാവും അല്ലെ? അല്ലെ? ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞു നോക്കിയാലോ. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് വൈ ഉണ്ടെങ്കിൽ അർത്ഥം എന്താണടാ? എക്സ് ലെസ് ദാൻ വൈ ആ മക്കളെ. വൈ സെഡ് ഉണ്ടെങ്കിൽ അർത്ഥം എന്താന്ന് ചോദിച്ചാ വൈ ലെസ് ദാൻ സെഡ് ആണ്. നോക്കിയേ, എക്സ് വൈനേക്കാളും കുറവാ, വൈ സെഡിനേക്കാളും കുറവാ. സ്വാഭാവികമായിട്ട് എന്താ അവിടെ? എക്സ് ലെസ് ദാൻ എന്താ ഉണ്ടാവുക? സെഡ് ഉണ്ടാവുക. സോ മക്കളെ എക്സ് ലെസ് ദാൻ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ സാധനം എക്സ് സെഡ് എന്താവും? നമ്മളെ എലമെന്റ് ഓഫ് റിലേഷൻ ആവും. സോ നിങ്ങൾ പഠിച്ചു ഓർഡേർഡ് റിലേഷൻ ഒരു ടേം ആയിട്ട് കൊടുത്തു, ആ എക്സാമ്പിൾ അവിടെ കൊടുത്തു. ഓർഡേർഡ് റിലേഷൻ ഇസ് എ ടൈപ്പ് ഓഫ് റിലേഷൻ വിച്ച് ഈസ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് ഇക്വലൻസ്. ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല, ഇക്വലൻസ് റിലേഷൻ അല്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഓർഡേർഡ് റിലേഷൻ എന്ന് പറഞ്ഞ ടേം. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? ഇനി അടുത്തൊരു വാക്ക് കേൾക്കാൻ പോവാണ്. പാർഷ്യൽ ഓർഡേർഡ് റിലേഷൻ. പാർഷ്യൽ ഓർഡർ റിലേഷൻ. പാർഷ്യൽ ഓർഡർ റിലേഷൻ. പാർഷ്യൽ ഓർഡർ റിലേഷൻ. റെഡി? പാർഷ്യൽ ഓർഡർ റിലേഷൻ. റെഡി ആണല്ലോ? ഈ പാർഷ്യൽ ഓർഡർ, പാർഷ്യൽ ഓർഡർ എന്തൊക്കെയാ ചോദിച്ചാൽ അത് റിഫ്ലെക്സീവ് ആണ്, ആന്റി സിമെട്രിക് ആണ്. ആ വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, അതാദ്യം പറയും ഞാൻ. ആൻഡ് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണ് നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് വെച്ചാൽ റിഫ്ലെക്സീവ് ആണ്, ആന്റി സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. റിഫ്ലെക്സീവും ആന്റി സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ വിളിക്കുന്ന പേരാണ് എന്താ? പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയുന്നത്. മക്കളെ ഞാൻ നോക്കാം, ആദ്യത്തിന് മുന്നേ എന്താണ് ആന്റി സിമെട്രിക് എന്നുള്ളത് പറയാൻ പോകും. ആന്റി സിമെട്രിക്. ആന്റി സിമെട്രിക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഈ സാധനം സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ
ഈ പറഞ്ഞ റിലേഷൻ, ഇപ്പൊ ഞാനൊരു റിലേഷൻ പറയാം, അപ്പൊ എക്സാമ്പിൾ പറയാം. റിയൽ നമ്പേഴ്സ് തന്നെ ഡിഫൈൻ ചെയ്തു അല്ലെ, റിയൽ നമ്പറിന്റെ ഇത് ഇങ്ങനെ ഇതാക്കണം, ബോൾഡ് ആക്കണം എന്നൊക്കെ പറഞ്ഞു. റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്ത റിലേഷൻ ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ലെ. ഓക്കെ, നോക്കടാ, ഇതിലെ എലമെന്റ്സ് 1 2 ഇതിലെ എലമെന്റ് ആണ്. പക്ഷേ n2 ബിലോങ്സ് ടു R ആണ്, 2 1 നോട്ട് ബിലോങ്സ് ടു R ആണ്. കാരണം എന്താ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ട്, പക്ഷെ 2 ലെസ് ദാൻ ഓർ ഈക്വൽ 1 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ല. ഇത് സിമെട്രിക് അല്ല എന്നുള്ളത് ക്ലിയർ ആണ്. പക്ഷെ ഇത് സിമെട്രിക് ആകും എപ്പൊന്ന് ചോദിച്ചാല് എക്സ് ഈക്വൽ ടു വൈ വരുന്ന ആൾക്കാരുണ്ടാവും. എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ ആൾക്കാർ മാത്രമാണ് വരുന്നതെങ്കിൽ അല്ലെ, അത് നോക്കിയേ 1 1 2 2 3 3 അല്ലെങ്കിൽ 1.5 1.5 3.9 3.9 അങ്ങനത്തെ ടീം മാത്രം വരികയാണെങ്കിൽ അല്ലെ, എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ആൾക്കാരെ മാത്രം കിട്ടുകയാണെങ്കിൽ ഈ റിലേഷൻ എന്താവണം? സിമെട്രിക് ആവും. സോ അങ്ങനത്തെ റിലേഷനെ വിളിക്കുന്ന പേരാ മക്കളെ ആനിസിമെട്രിക്. അപ്പൊ എന്താ എഴുത്? a relation which becomes symmetric when x equal to y. A relation which becomes symmetric when x equal to y, അതാണ് നമ്മൾ ആന്റി സിമെട്രിക് എന്ന് പറയുന്നത്. A relation which becomes symmetric when x equal to y, അതാണ് മക്കളെ ആന്റി സിമെട്രിക്. എക്സാമ്പിളും കൊടുക്കും. റെഡി? ഓക്കെ ആണല്ലോ. അപ്പൊ ആന്റി സിമെട്രിക് എന്താ നിങ്ങളെ കയ്യിലേക്ക് എത്തി അല്ലെ. ഇനി നമ്മൾ നോക്കടാ പാർഷ്യൽ ഓർഡർ. അപ്പൊ എന്തൊക്കെയാ? റിഫ്ലെക്സീവ് ആണ്, ആന്റി സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അതിലേക്ക് എടുത്തുവിടാം. ഈ പറഞ്ഞ എക്സാമ്പിൾ ആർ ഈക്വൽ ടു നോക്കണേ, എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, പിന്നെ എക്സ് കോമ വൈ ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ. റെഡി മക്കളെ? എക്സ് വൈ സച്ച് ദാറ്റ്, ഇതാണ് സാധനം കേട്ടോ. റെഡിയാണ്? റിഫ്ലെക്സീവ് അല്ലേ? യെസ് ആണ്. കാരണം എന്താ? ഈക്വൽ ടു, നമ്മൾ മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. റെഡി? ഈക്വൽ ടു എന്നുണ്ടായതുകൊണ്ട്, എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്നുള്ള കണ്ടീഷൻ ഉണ്ടായതുകൊണ്ട് എല്ലാവരും ഉണ്ടാവും. 1 1 2 2 1.5 to 1.9 ഒക്കെ ഉണ്ടാവും. സോ ദിസ് ഇസ് റിഫ്ലെക്സീവ്. ദിസ് ഇസ് ട്രാൻസിറ്റീവ്. കാരണം എന്താ? അന്നും ഞാൻ പറയാം എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണിത്. റെഡി? അപ്പൊ എന്താണ് അത്? ട്രാൻസിറ്റീവ് ആണ്. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇനിയിപ്പോ ഇത് എന്തും കൂടെ മനസ്സിലായി, ആന്റി സിമെട്രിക് ആണെന്നും കൂടെ മനസ്സിലായി. അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ആന്റി സിമെട്രിക് ആണ്. സോ ദിസ് ഈസ് എന്താണ് മക്കളെ? പാർഷ്യൽ ഓർഡർ റിലേഷൻ. പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവും ആന്റി സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ. ആന്റി സിമെട്രിക് എന്താ മനസ്സിലായി മക്കളെ? ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രം അത് സിമെട്രിക് ആവുന്ന കേസാണ് നമ്മൾ എന്ത് പറയാം? ആന്റി സിമെട്രിക് എന്നുള്ള കേസ് പറയാം. ഓക്കെ അല്ലെ? റെഡി ആണല്ലോ? ക്ലിയർ ആണ്? അപ്പൊ ഓർഡർ റിലേഷൻ എന്താ, പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്താ, ആ ടേംസ് കറക്റ്റ് ആയിട്ട് നിങ്ങളെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു കേട്ടോ. അടുത്ത മക്കളടാ ഇക്വലൻസ് ക്ലാസ്. ഇക്വലൻസ് ക്ലാസ് ഒന്നുമില്ല, ഒരു ടേം ആണ് ഇക്വലൻസ് ക്ലാസ്. ഇക്വലന്റ് ക്ലാസ് ഞാനൊരു പറയാം. ഞാനൊരു സെറ്റ് എടുത്തു മക്കളെ, എ ഈക്വൽ ടു 1 2 3. ആറ് ഡിഫൈൻ ചെയ്യാണ്. ഒരു റിലേഷൻ 1 1 2 2 3 3, പിന്നെ 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 3 ഉണ്ടായിരുന്നു. റെഡി? നോക്കിയേ, റിഫ്ലെക്സീവ് ആണ് അല്ലെ? റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് അല്ല. നമുക്ക് സോറി കേട്ടോ, ചെറിയൊരു അബദ്ധം എടുത്തു വന്നു. ഞാൻ 1 2 ഉണ്ട്, 2 ഉണ്ട്, റെഡി? റിഫ്ലെക്സീവ് ആണ്, റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് ആണ്. കാരണം എന്താ? 1 2 ഉണ്ട്, 2 1. മറ്റേ ഓൾറെഡി 1 1 തിരിച്ചു പറഞ്ഞാൽ 1 1 തന്നെ, 2 2 തിരിച്ചു പറഞ്ഞാൽ 2 2 തന്നെ, 1 2 ഉണ്ട് തിരിച്ചു പറഞ്ഞാൽ 2 1 ആണ്. അപ്പൊ എന്താണ്? സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണ്. കാരണം എന്താ? 1 2 2 1 1 1 1. ഇനി ബാക്കി നോക്ക്, 1 2, ഇനി 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. 1 2 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 2 2, കളഭേദം തന്നെ 1 2 തന്നെ കിട്ടും. ഇനി വേറെ നോക്ക്, 2 1 1 1, വീണ്ടും 2 1. എങ്ങനെ മറിച്ചും തിരിച്ചിട്ട് നോക്കുക. അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ഇത് എന്താണ്? ഇക്വലൻസ് റിലേഷൻ ആണ്. ഇക്വലൻസ് റിലേഷൻ മക്കളെ. അപ്പൊ ഇക്വലൻസ് ക്ലാസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്വലന്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വലൻസ് റിലേഷനില് ഇപ്പൊ ആണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വലൻസ് ക്ലാസ് ഡിഫൈൻ ചെയ്യുക. ഇക്വലൻസ് റിലേഷനിലാണ് ഇക്വലൻസ് ക്ലാസ് ഡിഫൈൻ ചെയ്യുക. ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും. റെഡി? ഇക്വലൻസ് ക്ലാസ് ഓഫ് 1. അപ്പൊ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്താന്ന് ചോദിച്ചാൽ, ഈ 1നായിട്ട് ഒരു ഇക്വലൻസ് റിലേഷനില്, ഈ പറഞ്ഞ ഇക്വലൻസ് റിലേഷനില് 1നായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ബാക്കിയുള്ള എലമെന്റ്സ്. ഓക്കെ, ഒന്നും കൂടെ ജനറൽ ഫോമിലേക്ക് ഞാൻ പറയാം. അപ്പൊ ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി
ഒരു ഇക്വലൻസ് റിലേഷൻ എ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇക്വലൻസ് റിലേഷനില് എനായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന എലമെന്റ്സ്, ആ എലമെന്റ്സ് ആണ് ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്ന് പറയുന്നത്. സോ ആർക്കാ ചോദിച്ചാൽ ഇതില് വണ്ണിനായിട്ട് 1 റിലേറ്റഡ് ആണ്, വണ്ണിനായിട്ട് പിന്നെ 2 റിലേറ്റഡ് ആണ് അല്ലെ, 1 2 അല്ലേ. അപ്പൊ അതേപോലെ മക്കളെ 2ന്റെ ഇക്വലൻസ് ക്ലാസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2നായിട്ട് 2 റിലേറ്റഡ് ആണ്, പിന്നെ 6 റിലേറ്റഡ് ആ 1 റിലേറ്റഡ് ആ. സോ 1, 2. 3ന്റെ ഇക്വലൻസ് ക്ലാസ് എന്താന്ന് ചോദിച്ചാൽ 3ന്റെ ഇക്വലൻസ് ക്ലാസ് ചോദിച്ചാൽ 6 മാത്രമേ ഉള്ളൂ, 3 മാത്രം. റെഡി. ഡെഫിനിഷൻസ് എഴുതണോ പറഞ്ഞ ജസ്റ്റ് മക്കളെ എന്നാ ജസ്റ്റ് എഴുതിക്കോ. ഇക്വലൻസ് ക്ലാസ് ഓഫ് എ, ഇക്വലൻസ് ക്ലാസ് ഓഫ് എ is the set of elements, is the set of elements, is the set of elements which are related to A, which are related to A in an equivalence relation, which are related to A in an equivalence relation, in an equivalence relation. അതായത് ഒരു ഇക്വലൻസ് റിലേഷനിൽ നിങ്ങൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേട്ടോ. റെഡിയാണ്. അപ്പൊ ഞാൻ മലയാളം പറയാം. എന്താ സംഭവം? ഒരു ഇക്വലൻസ് റിലേഷനില് എന്റെ ഇക്വലൻസ് ക്ലാസ് എന്താന്ന് ചോദിച്ചാൽ എനായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും, അതാണ് മക്കളെ ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്ന് പറയുന്നത്. സോ ഇക്വലൻസ് ക്ലാസ് കണ്ടു. പിന്നെ ഇതിന്റെ യൂണിയൻ എടുത്താൽ അതായിരിക്കും, ഇന്റർസെക്ഷൻ എടുത്താൽ അതായിരിക്കും, ഫൈ ആയിരിക്കും, അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടിടാം. അത് വേണമെങ്കിൽ നമുക്ക് ലൈവിലിടാം. കാരണം അത് നമ്മളെ ഏരിയകൾ അധികമായിട്ട് ഫോക്കസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ കുറെ ഒന്നും കണ്ടിട്ടില്ല. വെറുതെ സാധനം ഇതാക്കുമ്പോൾ കവർ ചെയ്യുമ്പോൾ അതിന്റെ ലോജിക്ക് വലിയ സംഭവം ഒന്നുമില്ല. ഇതേ ലോജിക്ക് നമ്മളുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ സാധനത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് ആ പാർട്ടീഷൻ ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രോബബിലിറ്റിയിൽ എന്തായാലും നമുക്കത് ലാസ്റ്റ് ചാപ്റ്ററിൽ വൃത്തിയായിട്ട് ആ പാർട്ടീഷൻ പരിപാടികൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പറയണേ, ഞാൻ കുറച്ചുകൂടി ഇക്വലൻസ് ക്ലാസ് ഒന്ന് ഡീറ്റെയിൽ ആക്കി തരുന്നുണ്ട്. ഓക്കെ, റെഡി ആണല്ലോ മക്കളെ? അപ്പൊ ഇക്വലൻസ് ക്ലാസ്, അപ്പൊ അത് അറിഞ്ഞാൽ മതി. ആ ഡെഫിനിഷൻ ഒന്ന് അറിഞ്ഞാൽ മതി. ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്താന്നുള്ളത് പിന്നെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ 4 ടേമുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാ ചോദിച്ചാൽ, ഒന്ന് ഓർഡേർഡ് റിലേഷൻ കേട്ടു, അടുത്ത മക്കളെ ആന്റി സിമെട്രി കേട്ടു, അത് കഴിഞ്ഞ് പാർഷ്യൽ ഓർഡർ റിലേഷൻ കേട്ടു, ഇപ്പൊ നമ്മള് ഇക്വലൻസ് ക്ലാസ് കേട്ടു. റെഡി ആണല്ലോ? ഇനി കുറച്ചും കൂടെ ഒരു 1-2 കാര്യം കൂടെ പറയാം. നമുക്ക് ഇത് കാണാൻ കേട്ടോ, ഒന്ന് വെറുതെ ചോദിക്കാം, എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് പറ്റും എന്നുള്ളത്. ഈ സിമെട്രിക്കും ട്രാൻസിറ്റീവും ഒക്കെ കാണാൻ പറ്റും. അപ്പോ നമ്മൾ എല്ലാം കൂടെ ഇതിൽ പറയുന്നില്ല, കാരണം റിഫ്ലെക്സീവ് മാത്രം ഇതിൽ പറയാം. മറ്റേ നമുക്ക് എന്തിലിടാം, പിന്നെ മീറ്റിംഗിലിടാം, സൂം മീറ്റിംഗിലിടാം. നിങ്ങളെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. റെഡി? ഓക്കെ അല്ലേ? ഞാൻ എല്ലാം കൂടെ പറഞ്ഞത് ഇങ്ങനെ ലെങ്തി ആവും. നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻ മാത്രം ഒന്ന് പറഞ്ഞിട്ട് നിർത്തും കേട്ടോ ഈ ഒരു പോർഷൻ. നമ്പർ ഓഫ് ഇനിയും സാധനങ്ങളുണ്ട് മക്കളെ, അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ പോയിന്റ്സ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ക്ലിയർ ചെയ്യാം. അതിലും കൂടെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ടോട്ടലി ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കണ്ട. ബാക്കി നമുക്ക് ലൈവിലിടാം. ഓക്കെ, നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ്. എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് ഉണ്ട് ഒരു സെറ്റിൽ? അതായത് ഒരു n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ്, 1 2 3, തൽക്കാലം ഒരു എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യാം. 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ്, ആ സെറ്റിന്റെ ഉള്ളിൽ നമുക്ക് എത്ര റിഫ്ലെക്സീവ് റിലേഷൻസ് ഡിഫൈൻ ചെയ്യാം? ഭയങ്കര സിമ്പിളാണ് മക്കളെ. ഇതിന് 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ എ ക്രോസ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 3 × 3 9 എലമെന്റ്സ് ഉണ്ടാവും. ശരിയല്ലേ? 9 എലമെന്റ്സ്. റെഡിയാണേ? അങ്ങനെ 9 എലമെന്റ്സ് ഉണ്ടെങ്കിൽ എ ക്രോസ് എക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2⁹9 സബ്സെറ്റ്സ് ഉണ്ടാവും. 2⁹9 അല്ലെ? അപ്പൊ എ ക്രോസ് എന്റെ സബ്സെറ്റ്സ് അല്ലെ, സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് എ ക്രോസ് എന്റെ സബ്സെറ്റ്സ് എത്രയെന്ന് ചോദിച്ചാൽ, എ ക്രോസ് എന്റെ സബ്സെറ്റ്സ് എത്രയെന്ന് ചോദിച്ചാൽ എത്രയാ? 2⁹9. എ ക്രോസ് എക്ക് 2⁹9 സബ്സെറ്റ്സ് ഉണ്ടെങ്കിൽ എയിൽ നിന്നും എയിലേക്ക് നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ എ എത്രയാ ചോദിച്ചാൽ അതും എന്ത് തന്നെയാടാ? നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ എ എന്താ ചോദിച്ചാൽ അതും എന്ത് തന്നെ വരും? 2⁹9. കാരണം ഓരോ സബ്സെറ്റ് എന്ത് തന്നെയാ? ഓരോ റിലേഷൻ. അതായത് 2⁹9 512 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ സെറ്റിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. റെഡി? 512 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് നമുക്ക് ഈ സെറ്റിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ 512 റിലേഷൻസിന്റെ ഉള്ളിൽ എത്രണ്ണമാണ് റിഫ്ലെക്സീവ് എന്നുള്ളത് കാണും. ലോജിക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. ടോട്ടൽ 512 റിലേഷൻസ് ഇതിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യാന്നുള്ളത് കറക്റ്റ് ആയിട്ട് കിട്ടി. കാരണം എ ക്രോസ് എയിൽ ഡിഫൈൻ ചെയ്ത റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് എന്റെ സബ്സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. സോ എ ക്രോസ് എന്റെ സബ്സെറ്റ് മക്കളെ, എ ക്രോസ് എക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാ? 2⁹9. കാരണം എ ക്രോസ് എയിൽ 9 എലമെന്റ്സ് ഉണ്ട്. എ ക്രോസ് എക്ക് മക്കളെ 2⁹9 സബ്സെറ്റ്സ് ഉണ്ടാവും. 2⁹9 സബ്സെറ്റ്സിൽ എത്ര എന്താവും അറിയേണ്ടത്? റിഫ്ലെക്സീവ് ആവുന്നതാണ് അറിയേണ്ടത്. സിമ്പിൾ ആണല്ലോ മക്കളെ. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ, ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഏറ്റവും മിനിമം വേണ്ട ആൾക്കാർ 1 1
2 1 1 2 2 3 3 എന്തായാലും വേണ്ടേ? റെഡിയാണ്. ഒന്നും കൂടെ, ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളോട് ചോദിച്ച ഈ 512 റിലേഷൻസ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ 512 ഉള്ളിൽ എത്രണ്ണം റിഫ്ലെക്സീവ് ആണെന്നാ ചോദിച്ചത്. ഇത് ഒരു റിഫ്ലെക്സീവ് ആണ് അല്ല, ഇത് റിഫ്ലെക്സീവ്. ഇനി ഇതൊന്ന് റിഫ്ലെക്സീവ് അല്ലേ? ഇങ്ങനെ വന്നാൽ റിഫ്ലെക്സീവ് അല്ലേ? അല്ലേ? ആണ്. അങ്ങനെ എത്ര റിഫ്ലെക്സീവ് ഉള്ളത് എടുക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. മക്കളെ, അതിന്റെ ഐഡിയ ഞാൻ പറഞ്ഞിട്ടെ, നോക്കി നിങ്ങളെ. ഇത് വന്നാല് ഇതെന്തായാലും വരണ്ടേ, എന്നാലല്ലേ റിഫ്ലെക്സീവ് ആവുള്ളൂ. ഇതെന്തായാലും വരണം, അതെന്തായാലും വന്നാൽ ഈ സാധനം റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പം ഈ 3 എലമെന്റ്, അതായത് നമ്മളെ എക്രോസേല് ടോട്ടൽ 9 എലമെന്റ്സ് ഉണ്ട്. എക്രോസേ എന്ന് മനസ്സിൽ വിചാരിച്ച് 1 1 2 2 3 3 ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ 1 2 1 3 2 1 2 3 3 1 3 2 അങ്ങനെ ടോട്ടൽ 9 ആൾക്കാരില്ലേ? ആ 9 ആളിലെ ഈ 3 ആൾക്കാർ എന്തായാലും വന്നാലല്ലേ റിലേഷൻ റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പൊ ഈ 3 ആൾക്കാർ എന്തായാലും വരണം. ഇനി നമ്മളെ കയ്യിലടാ എത്ര ആൾക്കാരുണ്ട്? 6 ആൾക്കാരുണ്ട്. എടി 6 ആൾക്കാരുണ്ട് മക്കളെ. ഈ 6 ആൾക്കാർ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വരാം, ഇനി ഒന്നും വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെ? അതായത് നമ്മളെ കയ്യിൽ ഇപ്പൊ ടോട്ടൽ, ഞാൻ പല ലോജിക്കിൽ പറയാം, ഞാൻ കോമ്പിനേഷന്റെ ലോജിക്കിൽ പറയാൻ ശ്രമിക്കാം, കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ കയ്യിൽ ടോട്ടൽ മക്കളെ 6 പേരുണ്ട്. ഇനി ബാക്കി ആരൊക്കെയാ? 1 2 ഉണ്ട്, 2 ഉണ്ട്, 1 3 ഉണ്ട്, 3 1 ഉണ്ട്, പിന്നെ ആരുണ്ടടാ? 3 2 ഉണ്ട്, 2 3 ഉണ്ട്. ലോജിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടട്ടെ കേട്ടോ. നമ്മളെ കയ്യിൽ ഇനി ഈ 6 പേരുണ്ട്. ഈ 6 പേർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വരാം, വേണമെങ്കിൽ വരണ്ട, ഒരാൾക്ക് വരാം, രണ്ടാൾക്ക് വരാം, ഇനി എല്ലാവർക്കും വരാം. എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നാലും ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആവും. കാരണം ഇവര് 3 ആളും എത്തിക്കഴിഞ്ഞതോടുകൂടി റിഫ്ലെക്സീവ് എന്നുള്ള പേര് എത്തി. ഇനി ഇവർക്ക് വരണേ വന്നോട്ടെ, വേണമെങ്കിൽ വേണ്ട. അതായത് നമ്മളെ കയ്യിൽ 6 പേരുണ്ട്. ഈ 6 പേരിനെ വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. അതായത് കയ്യിൽ 6 എണ്ണം ഉണ്ട്. ഈ 6 നിന്ന് ഒന്നിനും സെലക്ട് ചെയ്യേണ്ടത് നിൽക്കാം 60 അല്ലെങ്കിൽ ഒന്നിനെ സെലക്ട് ചെയ്യാം 61, അല്ലെങ്കിൽ രണ്ടതിനെ സെലക്ട് ചെയ്യാം 62. അങ്ങനെ മക്കളെ 63 64 അല്ലെ? മനസ്സിലാവുണ്ടോടാ? ഞാൻ ലാസ്റ്റ് വേറെ രീതിയിലും കൂടെ പറഞ്ഞുതരാം. 65 ലാസ്റ്റ് എന്താ? 66. 60 പ്ലസ് 61 പ്ലസ് 62 പ്ലസ് 63 പ്ലസ് 64 പ്ലസ് 65 പ്ലസ് 66. എന്താ അർത്ഥത്? അത് ഇനി ഈ 6 ആൾക്കാരുണ്ട്. ഈ 6 ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇതിലേക്ക് ഇടണം. വേണമെങ്കിൽ ഒന്നിടാണ്, എന്നാലും റിഫ്ലെക്സീവാ. അതൊരു റിലേഷൻ. ഇനി ഈ 1 2 ഇടാ, 2 1 ഇടാ, 1 3 ഇടാ, അല്ലെങ്കിൽ ഒരാളിടാ, അപ്പോൾ അത് തന്നെ റിഫ്ലെക്സീവ് ആവും. ആ മക്കളെ, ഇത്രയും നമ്പർ ഇനി ഇതിലേക്ക് ഓരോന്നും ഇങ്ങനെ ഇടുന്നതിനനുസരിച്ചിട്ട് ആ ഓരോ സാധനങ്ങളും റിഫ്ലെക്സീവ് തന്നെ ഉണ്ടാവുക. അതായത് ഇത്ര രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരാൾ അതിലേക്ക് പിടിച്ചിടാൻ പറ്റും. എന്താ ഇടയിൽ പ്ലസ് വരാൻ കാരണം ഒന്നെങ്കിൽ ആരെടുക്കാണ്ടിരിക്കുക, അതാണ് 60, അല്ലെങ്കിൽ ഒരാളെടുക്കുക, അതാണ് 61, അല്ലെങ്കിൽ 2 ആൾ എടുക്കുക, അതാണ് 62. അപ്പൊ എത്ര രീതിയിൽ എടുക്കാം മക്കളെ? 60 പ്ലസ് 61 പ്ലസ് അങ്ങനെ ഇതിന്റെ ആൻസർ ഉണ്ടാവുക 2�6 അല്ലേ? ബൈനോമിയൽ തിയറത്തിൽ നമ്മൾ പഠിച്ചതല്ലേ? കോയിഫിഷ്യൻസിന്റെ സം അല്ലേ മക്കളെ? നമ്മൾ ഈ 2⁻n 2�9 ഒക്കെ വരുന്നത് ശരിക്കും ഈ ലോജിക്ക് നിന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഇനിയുള്ള, അപ്പൊ ഇതിന്റെ സംഭവങ്ങൾ എത്ര രീതിയിൽ എന്ന് വെച്ചാൽ 2⁻6. റെഡി ആണല്ലോ? കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ എത്ര റിലേഷൻസ് ആണ് റിഫ്ലെക്സീവ് ഉള്ളതുണ്ടാവും ഇതിന്റെ ഉള്ളിൽ? 2⁻6. അഥവാ 2⁻6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എത്ര? 64 റിലേഷൻസ് അല്ലെ ഇതിന്റെ ഉള്ള. അതായത് 512 റിലേഷൻസിന്റെ ഉള്ളിൽ 64 റിലേഷൻസ് എന്താണ് റിഫ്ലെക്സീവ് ആണ്. ഇനി ജനറൽ ആയിട്ട് പറയട്ടെ, നോക്കട്ടോ. എ എന്ന് പറഞ്ഞ സെറ്റില് n എലമെന്റ്സ് ഉണ്ടാവും, ശരിയല്ലേ? n എലമെന്റ്സ് ഉണ്ടാവും. റെഡി? അപ്പൊ എ ക്രോസ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? n ഇൻറ്റു n സ്ക്വയർ എലമെന്റ്സ് ഉണ്ടാവും, ശരിയല്ലേ? അപ്പൊ എ ക്രോസ് എക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാകും? എ ക്രോസ് എക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാകും പറഞ്ഞോളി? യെസ്, 2⁻n² സബ്സെറ്റ്സ് ഉണ്ടാവും. 2⁻n² സബ്സെറ്റ്സ് ഉണ്ടാവും. ഇനി ഓരോ സബ്സെറ്റും ഓരോ റിലേഷനും. അപ്പൊ റിലേഷൻസിന്റെ എണ്ണം എത്ര തന്നെയാണ്? 2⁻n². അത് ഞാൻ എഴുതണില്ല. ഇപ്പൊ എന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റിയ റിലേഷൻസിന്റെ എണ്ണം 2⁻n². അതിൽ എത്രണ്ണമാണ് നമുക്ക് എന്തെന്ന് അറിയേണ്ടത്? റിഫ്ലെക്സീവ് ആണെന്ന് അറിയേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക കേട്ടോ. ടോട്ടൽ നേരത്തെ 9 ആൾക്കാരായിരുന്നു എ ക്രോസ് എയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ 3 ആൾക്കാർ ഇതിക്ക് വന്നാലല്ലേ, ഈ 3 ആൾക്കാർ വന്നാലല്ലേ റിഫ്ലെക്സീവ് ആവുള്ളൂ. അതേപോലെ ഇവിടെ ടോട്ടൽ n ആൾക്കാരുണ്ടെങ്കിൽ, ടോട്ടൽ എ ക്രോസ് എയിൽ n² ആൾക്കാരുണ്ട്, പക്ഷെ
പിന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ n ആൾക്കാർ വരാണ്ടാവില്ല. ഏതൊക്കെ ഈ n ആൾക്കാർ റിഫ്ലെക്സീവ് ആക്കണം എന്നുണ്ടെങ്കിൽ 1 1 2 2 3 3 അങ്ങനെ n വരെ വന്നാലല്ലേ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പൊ റിഫ്ലെക്സീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ n ആൾക്കാരുടെ ഇപ്പൊ നേരത്തെ ഇവിടുത്തെ ഒന്നും കൂടെ നോക്ക്. ടോട്ടൽ എ ക്രോസിൽ 9 ആൾക്കാരല്ലേ ഉണ്ടായത്. ഒരു 3 ആൾക്കാർ എന്തായാലും അതിക്ക് വേണം. ബാക്കി 9 - 3 6. അതിന്റെ പവറിൽ 2/6 അല്ലേ ബാക്കി നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻ വന്നത്. കാരണം ഈ 3 ആൾക്കാർ ഉണ്ടായാലേ നമുക്ക് റിലേഷൻ എന്താവുള്ളൂ, റിഫ്ലെക്സീവ് ആവുള്ളൂ. ഇവരും എന്തായാലും വരണം. അപ്പൊ ഇവരെന്തായാലും വരണം. ബാക്കിയുള്ള 6 ആൾക്കാരുണ്ട്. ആ 6 ആൾക്കാരെ വേണമെങ്കിൽ കൂട്ടാ, വേണ്ടെങ്കിൽ കൂട്ടണ്ട. ആ കൂട്ടുന്നതിന്റെ ടോട്ടൽ എണ്ണമാണ് 2/6. അതേപോലെ ഇവിടെ പറയുകയാണെങ്കിൽ ഈ നോക്കുകയാണെ അപ്പൊ എഴുതുകയാണെ നമ്പർ ഓഫ് റിഫ്ലെക്സീവ് എഴുതാട്ടോ. എല്ലാരും കൂടിയേക്കണേ മക്കളെ. ടോട്ടൽ n² ആൾക്കാർ ഏതിന്റെ ഉള്ളിലുണ്ട്? എ ക്രോസ് എന്റെ ഉള്ളിലുണ്ട്. പക്ഷേ അതിൽ n ആൾക്കാർ എന്തിന്റെ ഉള്ളിലേക്ക് വരണടാ? n ആൾക്കാര് റിലേഷന്റെ ഉള്ളിൽ വന്നാലേ അത് എന്താവുള്ളൂ, റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പൊ റിഫ്ലെക്സീവ് ആക്കാൻ വേണ്ടി n ആൾക്കാർ അതിന്റെ ഉള്ളിൽ കിട്ടിട്ട്, അതായത് 1 1 2 2 3 3 ടീംസിനൊക്കെ അതിന്റെ ഉള്ളിൽ പിടിച്ചിട്ടച്ച്. ഇനി ബാക്കി എത്ര ആൾക്കാരുണ്ടാവും? n² - n ആൾക്കാരുണ്ടാവും. അതിന്റെ ഉള്ളിലുള്ള സെലക്ഷൻസ് എണ്ണി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2n² - n. എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കത്തിയോടാ 2n² - n. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻ 2n² - n അല്ലെങ്കിൽ 2n × n - 1 അല്ലെ. n² - n എന്ന് പറഞ്ഞാൽ n × n - 1. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. ഇവിടെ നിന്ന് ആലോചിക്കുക, എക്സാമ്പിൾ ആലോചിക്കും. ഏല് 3 എലമെന്റ്സ് ഉണ്ടായപ്പം എ ക്രോസ് എലടാ 9 എലമെന്റ്സ്. 9 എലമെന്റ്സ്. ആ 9 എലമെന്റ്സിലെ 3 എലമെന്റ് ഏതൊക്കെയാ? 1 1 2 2 3 3. എന്തായാലും റിലേഷനിൽ വന്നാൽ മാത്രമേ റിലേഷൻ എന്താവുള്ളൂ, റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ റിഫ്ലെക്സീവ് ആക്കാൻ വേണ്ടി 1 1 2 2 3 3 അതിനുള്ളിൽ പിടിച്ചിട്ടാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള 6 ആൾക്കാരുണ്ട്. ഈ 6 ആൾക്കാർക്ക് വേണമെങ്കിൽ റിലേഷൻ്റെ ഉള്ളിൽ കയറി തിരിക്കുക, വേണ്ടെങ്കിൽ കയറണ്ട. കയറിയാലും കയറിയില്ലെങ്കിലും ആ റിലേഷൻ എന്ത് തന്നെയാണ്, റിഫ്ലെക്സീവ് തന്നെയാണ്. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു 6 ആൾക്കാരുണ്ട്. ആ 6 ആൾക്കാർ നമുക്ക് ഒന്നെടുക്കാണ്ടക്ക, 1 എടുക്കുക, 2 എടുക്കുക, അങ്ങനെ 6 എടുക്കുക. ആ സംഭവം 60 61 എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത്. അതിന്റെ ആൻസർ 2/6 ആണ്. അത് ബൈനോമിയൽ തിയറത്തിൽ ലോജിക്ക് നമുക്ക് കിട്ടി. റെഡി? ഇനി ഞാൻ പറയട്ടെ, ഇനി തിരിച്ചാലേക്ക് ജനറൽ ആയിട്ട് ആലോചിക്ക്. ടോട്ടൽ എയിൽ n ആൾക്കാരുണ്ട്. അപ്പൊ എ ക്രോസ് എയിൽ n² എലമെന്റ്സ് ഉണ്ടാവും. ആ n² എലമെന്റ്സിന്റെ ഉള്ളിൽ n എലമെന്റുകൾ, അതായത് 1 1 2 2 3 3 അങ്ങനെ n വരെ വരുന്ന ആ n എലമെന്റുകൾ എന്തായാലും റിലേഷനിക്ക് വരണം. അപ്പൊ മാത്രമേ റിലേഷൻ എന്താവുള്ളൂ, റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പൊ ഓരെ പിടിച്ച് ആദ്യം ടച്ച്. ഇനി ബാക്കി എത്ര ആൾക്കാരുണ്ടാ? n² - n ആൾക്കാർ നമ്മളെ കയ്യിലുണ്ട്. ഇനി ഓരോടയില് മക്കളെ എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇടാ, 1 എടുക്കുക, 2 എടുക്കുക, അങ്ങനെ ആ ലാസ്റ്റ് ഫുൾ എടുക്കുക എന്നുള്ള ലെവലിൽ എത്താം. അത് അതേപോലെ ഇങ്ങനെ കോമ്പിനേഷൻസ് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗിവ് എന്താ കിട്ടുക? 2/2. നേരത്തെ 2/6 ആണെങ്കിൽ ഇപ്പത്തെ 2/n² - n അല്ലേ. ദാറ്റ് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് എത്രയാണ്? 2 power n × n - 1. അതാണ് നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ എ സെറ്റ് ഹാവിംഗ് n എലമെന്റ്സ്. അപ്പൊ ബോക്സിലാക്കി കറക്റ്റ് ആയിട്ട് കൊടുക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ സാധനമാണ്, പക്ഷെ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുക. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കടാ, നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ ഡിസ്കസ് ചെയ്യാം. റെഡി ആണല്ലോ? ഒരു വട്ടം കൂടെ കണ്ടിട്ട് ഡൗട്ട് ചോദിക്കണം, അല്ലാണ്ട് നേരിട്ട് എന്താ ഫുള്ളാണ് കണ്ടപ്പോൾ തന്നെ അത് ക്ലിയർ ആയില്ല എന്ന് പറയാണ്ട് ഡൗട്ട് ചോദിക്കാൻ വരരുത്. ഇനി സിമെട്രിക്കും ട്രാൻസിറ്റീവും ഒക്കെ കാണാനുള്ള പരിപാടികളുണ്ട്. അതൊക്കെ നമുക്ക് മക്കളെ കുറച്ചും കൂടെ എന്ത് ചെയ്യാം, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയിച്ചിട്ടൊക്കെ അതിലേക്ക് കയറാം. ഓൾമോസ്റ്റ് സാധനങ്ങൾ പറഞ്ഞു ഞാൻ അവിടെയും ഇവിടെയൊക്കെ ചിലപ്പോൾ ഞാൻ പറയാനില്ല, ഞാൻ ഇങ്ങനെ ഒരു ഇതില്ലാണ്ട് വരുന്നതാണ്, പ്രിപ്പറേഷൻസ് വെറുതെ വരുന്നതാണടാ. അപ്പൊ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ സ്കിപ്പ് ആയിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മീറ്റിംഗിൽ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിൽ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അടുത്തൊരു സെഷനിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, റെഡി? സോ നമ്മൾ തുടങ്ങുകയാണടാ. ഫങ്ഷൻസ്. റെഡി? ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. മെയിൻ സബ് ഹെഡിങ് കൊടുക്കും മക്കളെ, ഫങ്ഷൻസ്. റിലേഷൻസ് നമ്മൾ കഴിഞ്ഞു, റിലേഷൻസിന്റെ ടൈപ്സ് കഴിഞ്ഞു, കുറെ പ്രോബ്ലംസ് ചെയ്തു, ഒക്കെ ചെയ്തൂടാ. ഇനി ഫങ്ഷൻസ് എന്നുള്ളൊരു മെയിൻ ഹെഡിങ്ങിലേക്ക് ടോപ്പിക് കൊടുക്കും. കഴിഞ്ഞ വർഷം പഠിച്ച ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർക്കും. എല്ലാ റിലേഷൻസും ഫങ്ഷൻസ് അല്ല, പക്ഷെ എല്ലാ ഫങ്ഷൻസും റിലേഷൻസ് ആണ് അല്ലെ. ഫങ്ഷൻ ഇസ് എ ടൈപ്പ് ഓഫ് റിലേഷൻ. ഫങ്ഷൻ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ. എങ്ങനത്തെ ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് മക്കളെ? എങ്ങനെയാ? ഇതൊരു ഫങ്ഷൻ ആണോ ചോദിക്കാം. ഇതൊരു ഫങ്ഷൻ ആണ്? അല്ല. കാരണം എന്താ? കാരണം 2 കാര്യം പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, 2ക്ക് 2 ഇമേജ് വേണം, അത് പാടില്ല. എല്ലാ എലമെന്റ്സിനും ഒരു ഇമേജേ പാടുള്ളൂ. പോരാതെ 3ക്ക് ഇമേജും ഇല്ല. അപ്പം
എന്താ ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ? ഫസ്റ്റ് ഒരു റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും എവറി എലമെന്റ് ഈച്ച് എലമെന്റ് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം, എല്ലാവർക്കും എന്ത് വേണ്ട, ഒരു ഇമേജ് വേണം. എല്ലാവർക്കും ഇമേജ് വേണം. അപ്പൊ സാർ ഇപ്പൊ ഇത് ഫംഗ്ഷൻ ആയോ? ഇല്ല മക്കളെ, എപ്പോഴും ഫംഗ്ഷൻ ആയില്ല. എല്ലാവർക്കും ഒരു ഇമേജ് ഉണ്ടായാൽ മാത്രം പോരാ, എല്ലാവർക്കും എന്തേ പാടുള്ളൂ, ഒന്നേ പാടുള്ളൂ. ഇപ്പോൾ ഇത് ഫംഗ്ഷൻ ആയോ? ആയി അല്ലെ? അപ്പൊ എങ്ങനെയാ മക്കളെ ഒരു റിലേഷൻ എപ്പോഴും ഒരു ഫംഗ്ഷൻ ആവാം? എവറി എലമെന്റ് ഓഫ് ഫസ്റ്റ് സെറ്റ് ഷുഡ് ഹാവ് വൺ ആൻഡ് ഓൺലി വൺ. വൺ വേണം എന്നാലോ ഒന്നേ പറ്റുള്ളൂ. അപ്പം എവറി എലമെന്റ് ഓഫ് ഫസ്റ്റ് സെറ്റ് ഷുഡ് ഹാവ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്. അപ്പൊ നമുക്ക് എഴുതിക്കൊന്ന്, ഓൾ റിലേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, എവറി റിലേഷൻസ് ആർ നോട്ട് ഫങ്ഷൻസ്. Every relations are not functions, but every functions are relations. Okay, അതെഴുതി, അതൊരു പോയിന്റ് ആയിട്ട് കൊടുത്തു. A function അടുത്ത മെയിൻ ഇതായിട്ട് ഡെഫിനേഷൻ ആയിട്ട് കൊടുക്കണേ. എ ഫംഗ്ഷൻ എഫ് എ ടു ബി, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റൈലായിട്ട് മക്കളെ എഫ് സച്ച് ദാറ്റ്, സ്മോൾ എഫ് ആണ് നമ്മൾ സാധാരണ കൊടുക്കുക. അപ്പൊ എഫ് എ ടു ബി, എഫ് എ ടു ബി റെഡി. എ ഫംഗ്ഷൻ എഫ് എ ടു ബി ഈസ് എ ടൈപ്പ് ഓഫ് റിലേഷൻ, ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്. ഈസ് എ ടൈപ്പ് ഓഫ് റിലേഷൻ, ഈസ് എ ടൈപ്പ് ഓഫ് റിലേഷൻ in which every element of A എന്ന് ബിയിലേക്കുള്ള ആയതുകൊണ്ട് അപ്പൊ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ എവറി എലമെന്റ് ഓഫ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ ബി. കറക്റ്റ് മനസ്സിലാക്ക്. ഒരു ഫംഗ്ഷൻ എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ റെഡി, അത് ഒരു റിലേഷൻ ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിലേഷൻ. ഓക്കെ, അതെങ്ങനെയാ? ഇൻ വിച്ച് എന്താ സംഭവം? അതിൽ എയിലുള്ള ഏതൊരു എലമെന്റ് നിങ്ങൾ എടുത്താലും മക്കളെ ആ എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാവൂടാ, ബിയിൽ ഒരു ഇമേജ് ഉണ്ടാവും. എവറി എലമെന്റ് ഓഫ് എ ഹാസ് വൺ എന്നാലോ ഓൺലി വൺ, ഒന്നുണ്ടാകും എന്നാലോ എന്തേ പാടുള്ളൂ, ഒന്ന് തന്നെ പറ്റുള്ളൂ, ഇമേജ് ഇൻ ബി. അതാണ് എന്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ. എന്നിട്ട് ഈ ഫിഗർ ഒന്ന് വരച്ചിട്ടേക്കണം. ഇതിപ്പോ ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ, കുഴപ്പമൊന്നുമില്ല. ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഓ സാർ 5ലേക്ക് രണ്ടാൾക്കാർ വരുന്നില്ലേ മക്കളെ? അതൊരു പ്രശ്നമല്ല. നിങ്ങളോട് ഒരിക്കലും ഞാൻ സെക്കൻഡ് സെറ്റ് നോക്കുന്നു പറയില്ല. നിങ്ങളോട് ഞാൻ പറയാം ഫസ്റ്റ് സെറ്റ് നിങ്ങൾ നോക്ക്. ഫസ്റ്റ് ഇയർ ആണ്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം നമ്മള്. ഫസ്റ്റ് സെറ്റ് ഒന്ന് നോക്ക്. നിങ്ങൾ ഫസ്റ്റ് സെറ്റ് നോക്കുമ്പോൾ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അപ്പുറത്ത് ഇമേജ് ഇല്ലേ? എല്ലാവർക്കും ഒന്നല്ലേ ഉള്ളൂ. സെക്കൻഡ് സെറ്റിൽ ഒരു കുന്തോ എന്ത് കുന്തായാലും കുഴപ്പമില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. റെഡിയാണേ? ഞാൻ ഇനി ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ ചോദിക്കാം, ഇത് ഫംഗ്ഷൻ ആണോ നിങ്ങൾ പറയണം കേട്ടോ. ഫംഗ്ഷൻ ആണോ? അല്ലല്ലോ, ആണോ? യെസ്, ദിസ് ഈസ് എ ഫംഗ്ഷൻ. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ, ഇത് ഫംഗ്ഷൻ അല്ലേ. കാരണം എന്താ? എല്ലാവർക്കും ഓരോ ഇമേജ്, എല്ലാവർക്കും ഉണ്ട്. 1 ഇമേജ് ഉണ്ട്, 2 ഇമേജ് ഉണ്ട്, 3 ഇമേജ് ഉണ്ട്. ആർക്കും ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും സെയിം ഇമേജ്. ഇയാൾക്ക് കുറെ ആൾക്കാർ വരുന്നില്ല അപ്പുറത്ത്. അത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, നിങ്ങൾ എന്തിക്ക് നോക്കേ വേണ്ട. ഫംഗ്ഷൻ ആണോ ഇല്ല എന്നുള്ള അറിയാൻ വേണ്ടി നിങ്ങൾ സെക്കൻഡ് സെറ്റിക്ക് നോക്കേ വേണ്ട. നിങ്ങൾ എന്താ നോക്കിയാൽ മതി, ഫസ്റ്റ് സെറ്റിൽ എല്ലാവർക്കും ഇമേജ് ഉണ്ടല്ലോ. ഇപ്പൊ ഫംഗ്ഷൻ ആണ് അല്ല. കാരണം എന്താ? ഇയാൾക്ക് 4ന് ഇമേജ് ഇല്ല. ഇപ്പൊ ഫംഗ്ഷൻ ആണ്. ഇപ്പൊ ഫംഗ്ഷൻ ആണോ? അല്ല. കാരണം 4ന് 2 ഇമേജ് ഉണ്ട്. അപ്പൊ മക്കളെ ക്ലിയർ ആയി. ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും എന്ത് വേണടാ? ഒരു ഇമേജ് വേണം, എന്നാലും എല്ലാവർക്കും എന്തേ പാടുള്ളൂ? ഒന്നേ പാടുള്ളൂ. സെക്കൻഡ് സെറ്റിനെ കുറിച്ച് ആലോചിക്കുക വേണ്ട. അതാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. റെഡി ആണല്ലോ? എല്ലാവർക്കും ഓക്കെ ഉണ്ടോ?